ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്ഥിരമായിട്ട് കളിയാക്കുന്ന ഒരു കാര്യമാണ് സ്ഥിരമായിട്ട് തോക്കുന്ന യാതൊരു മെനയില്ലാത്ത കളിയും കളിക്കുന്ന ഒരു ടീം എന്നുള്ളത്. ഞാൻ കണ്ടോ ആ പഴയ ബ്ലാസ്റ്റേഴ്സിനെ എന്നുള്ളൊരവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നത്തെ മത്സരം കണ്ടപ്പോഴും, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അഗെയിൻ ചെന്നൈയിൻ എഫ് സിക്കെതിരെയും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നു. ആലോചിക്കുക, ചെന്നൈയിൻ എഫ് സി പോയിന്റ് ടേബിൾ 11ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. നമ്മൾ എന്ത് വില കൊടുത്തും വിജയിക്കേണ്ടിയിരുന്ന മത്സരം എന്നുള്ളതായിരുന്നു. അതിലും അവർ 1-0 എന്ന് പറയുന്ന ഒരേ ഒരു ഗോളിൽ വിജയിക്കുന്നു. ആ ഒരു ഗോളിനെ പറ്റി തന്നെ ആദ്യം പറയാം. ആകാശ് സംഗ്വാൻ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻ ത്രോയിൻ, അവിടുന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ നിന്ന് തന്നെ ഒരു പാസ് ചെയ്യുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻസ് കൊണ്ട് നേടിയിട്ടുള്ളൊരു ഗോള് തന്നെയാണ്. അങ്ങനെയാണ് അവർ ആ ഒരു ഗോൾ നേടിയത്. ആകാശ് സംഗ്വാൻ ഈ ഒരു മത്സരത്തിൽ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2-3 ഷോട്ട് അദ്ദേഹം ഉതിർത്തിരുന്നു. അതിൽ ഈ ഒരു അവസരം അദ്ദേഹം ടീമിനെ വിജയിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തുന്നു. എനിക്ക് തോന്നുന്നു അവരിപ്പോൾ 7ാം സ്ഥാനത്തൊക്കെ മറ്റേ പോയിന്റ് ടേബിളിലേക്ക് ഉയരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലും കേരള ബ്ലാസ്റ്റേഴ്സ് ISL ഒരു ഹാട്രിക് വിജയം നേടി ഫസ്റ്റ് ഫേസ് അവസാനിപ്പിച്ചിട്ട് സെക്കൻഡ് ഫേസിൽ എത്തുന്ന സമയത്ത് ഒരു ഹാട്രിക് തോൽവി അങ്ങോട്ട് ആരാധകർക്കായി സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ദിമി ഇഞ്ചുറി പറ്റിയിട്ട് കളിക്കുന്നില്ല എന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു പേടിപ്പിടിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ആര് ഗോൾ അടിക്കും എന്നുള്ള ഒരു കാര്യം. ഇഷാൻ പണ്ഡിത് ആയാലും ആദ്യ 11ൽ ആദ്യമായിട്ട് എത്തുന്നു. യാതൊരു വിധത്തിലുള്ളൊരു ഇമ്പാക്റ്റും ഇഷാൻ പണ്ഡിത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. മര്യാദയ്ക്ക് എനിക്കൊന്ന് ഒരു പാസ് ഫെഡറിന് കൊടുത്തിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്, പക്ഷേ അത് ബോൾ കിട്ടുന്നില്ല. അതല്ലാണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും ഈ ഒരു മത്സരത്തിൽ കാണിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ ഫെഡോറിനെയൊക്കെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ലാസ്റ്റ് മാച്ചിനേക്കാളിലൊക്കെ ഒരു മെച്ചപ്പെട്ട ഒരു രീതിയിലാണ് കളിച്ചത്. ഡാനിഷ് ഈ ഒരു മത്സരത്തിൽ ബെറ്റർ ആയിരുന്നു. ജീക്സൺ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം കംപ്ലീറ്റ്ലി ഫിറ്റായിട്ടുള്ള അദ്ദേഹം ആ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടില്ല എന്നുള്ളൊരു ഫീല് തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് സന്ദീപ് നന്നായിട്ട് എഫേർട്ട് ഇട്ട് കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ. പക്ഷേ ക്രോസസ് ഒരു അറ്റാക്കിംഗ് വൈസ് നോക്കുന്ന സമയത്ത് അത്ര ക്രോസസ്സൊക്കെ വീക്ക് ക്രോസസ് ആയിരുന്നു. സോ എന്നാലും ഈ പ്രീതം കളിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ പ്രബീർ കളിക്കുന്നതിനേക്കാൾ ബെറ്റർ തന്നെയായിരുന്നു. പിന്നെ 2 ഫോറിൻ സെൻട്രൽ ബാക്സ് വരുന്നു, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതൊന്നും നമുക്കൊരു അറ്റാക്കിങ്ങിലൊരു കോൺട്രിബ്യൂഷൻ ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മത്സരത്തിൽ നോക്കിയാൽ ഏതാണ്ട് 10-15 ക്രോസസ് വന്നിട്ടുണ്ട്, ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നോക്കിയാലും എനിക്ക് തോന്നുന്നു ഏതാണ്ട് 30നോടടുത്ത് ക്രോസസോ മറ്റോ വന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യം. ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ഒരു ഡിഫൻസിനെ നോക്കുകുത്തിയാക്കുന്ന തരത്തിലാണ് ആ ഒരു ഗോൾ വന്നത്. കാരണം അറിയാമല്ലോ, നിങ്ങൾ ആ ഒരു ഗോളിനെ പറ്റി കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു മത്സരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം പലരും പറയും നമുക്ക് ഇത്രയും ഇഞ്ചറി വന്നല്ലോ, ഇഞ്ചറി ആണോ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു ഉത്തരം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ടീം ഇപ്പോൾ ഇൻറ്റൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാച്ചിനേക്കാളൊക്കെ ഒരു ഇൻറ്റൻറ്റ് ഈ ഒരു മത്സരത്തിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ മര്യാദയ്ക്കൊരു ഒരു ടീം ഗെയിം എന്ന നിലയിൽ ഒരു ഫ്ലോയിൽ കളിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പണ്ടത്തെ ബ്ലാസ്റ്റേഴ്സിനെ കണ്ടു എന്നുള്ളത്, അത് അന്വർത്ഥമാക്കുന്ന തരത്തിൽ തന്നെയാണ് മര്യാദയ്ക്കൊരു എന്താ പറയുക ഒരു ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഒരു മര്യാദയ്ക്ക് ബോൾ പാസ് ചെയ്ത് കളിക്കാനോ ഇതൊന്നും പറ്റുന്നില്ല. അവരാണെങ്കിൽ ഏത് രീതിയിൽ നമ്മളെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട്, പ്രത്യേകിച്ച് മിഡ്ഫീൽഡിലൊക്കെ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ജിക്സനൊക്കെ ആണെങ്കിൽ ബോൾ കൈവശം വെച്ചിങ് സമയത്ത് 2 സൈഡിൽ നിന്ന് പ്രസ്സിങ് വരികയാണ്, ബോൾ പോവുകയാണ്. ഇതൊക്കെ നിരന്തരം ഇത് വളരെ പ്രഡിക്റ്റബിൾ ആകുന്നൊരു കളിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എനിക്കിപ്പം ലേറ്റസ്റ്റ് മാച്ചസൊക്കെ കാണുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇങ്ങനെ ഓരോ പ്ലെയേഴ്സിനെ പറ്റിയിട്ടൊന്നും പറയേണ്ടതില്ല. സോ ഒരു ഇഞ്ചറി വരുന്ന സമയത്തും ആ ഒരു ടീം എന്ന നിലയിൽ നമ്മൾ ആ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഗെയിം ഇത് കാണിക്കുമല്ലോ. ചിലപ്പോൾ ഒരു പ്ലെയർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗോൾ വരുന്നില്ല അല്ലെങ്കിൽ ഇതൊക്കെ പറയും. പക്ഷേ മൊത്തത്തിലുള്ളൊരു കളി നോക്കിക്കഴിഞ്ഞാൽ ഒരു പരാജയം എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. റിസൾട്ട് എന്നുള്ളത് വെച്ചാൽ ടീമിൻ്റെ ഗെയിമും മൊത്തത്തിൽ പരാജയം ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പം അവസാനത്തെ ഒരു 10-17 മിനിറ്റുകൾ എക്സ്ട്രാ ടൈമും കൂടെ കൂട്ടി 10-17 മിനിറ്റുകൾ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവർ 10 പേരായിട്ട് ചുരുങ്ങി. എന്നിട്ട് കൂടി നമുക്ക് യാതൊരു വിധത്തിലുള്ളൊരു ഇമ്പാക്റ്റും ഒരു ഫൈനൽ തേർഡിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മളുടെ ഒരു തോൽവിയായിട്ട് തന്നെ കരുതണം. ഒരു 11ാം സ്ഥാനത്തുള്ള ഒരു ടീമിനോട് പോലും നമുക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ടോപ്പ് 6ൽ പോലും നിൽക്കുമോ എന്നുള്ളൊരു രീതിയിലേക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഐ ഡോണ്ട് നോ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അതായാലും സൂപ്പർ കപ്പ് ഉൾപ്പെടെ 5 മത്സരങ്ങൾ തുടരെ പരാജയപ്പെടുന്നു. എനിക്കറിയില്ല ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ അടുപ്പിച്ച് 5 മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. അതിലും അങ്ങനെ ഒരു കുപ്രസിദ്ധി ആയിട്ടുള്ള ഒരു റെക്കോർഡ് കൂടി
നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ ഫെബ്രുവരി മാസമൊക്കെ ആണല്ലോ. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ മത്സരത്തിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകനാകുക എന്നുള്ളതൊരു വൺ സൈഡഡ് കാമുകനാകുന്നത് പോലെയാണെന്ന്. നമ്മളുടെ ലോയൽറ്റിയും പേഷ്യൻസും ഒക്കെ ഇട്ട് കാത്തിരിക്കും, ടീം ആദ്യം കുറച്ച് ഹോപ്പൊക്കെ തരും, പക്ഷേ അവസാനം നിരാശയായിരിക്കും ഫലം.